നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഒരു പ്രധാനപ്പെട്ടൊരു വിഷയമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മൾ മാർബിൾ വിരിക്കണ ടൈല് വിരിക്കുന്ന ടൈമിലൊക്കെ നമ്മൾ ഈ ലേസർ ലെവൽ ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്യുന്ന ടൈമിൽ ഈ കോൺക്രീറ്റ് ലെവലല്ലാത്തൊരു വിഷയം മുഖ്യ സൈറ്റിൽ വരാറുണ്ട്. ഈ കോൺക്രീറ്റ് ചെയ്ത് ലെവലല്ലെങ്കിൽ ഒരുപാട് സിമൻറ്റും മണലും നിങ്ങൾക്ക് വെറുതെ വേസ്റ്റായി പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഈ നമ്മൾ മാർബിൾ വിരിക്കണ സൈറ്റിൽ കിച്ചൻ്റെ ആ ഒരു ഏരിയയിൽ ഏകദേശം 2.5 ഇഞ്ചോളം താന്ന് കിടക്കുകയാണ്. അപ്പോൾ ആ 2.5 ഇഞ്ചിൻ്റെ മേലെ കറക്റ്റ് കോൺക്രീറ്റ് ലെവലായി വരേണ്ടതാണ്. അവിടെ തറൻ്റെ ബെൽറ്റിന് ഒപ്പം കോൺക്രീറ്റ് വരേണ്ടതാണ്. പക്ഷെ അത് കറക്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു കനവും വരും. പിന്നെ അതുപോലെ തന്നെ മാർബിൾ വിരിക്കാൻ ഞങ്ങൾ വിരിക്കണ എംസാൻഡിൻ്റെ കനം വീണ്ടും വരും. അങ്ങനെ വരുമ്പോൾ വലിയൊരു ചിലവ് കൂടുകയും ചെയ്യുക. സിമൻ്റ് ആയാലും മണലായാലും ഒക്കെ കൂടുതൽ ചിലവ് കൂടുക. അപ്പോൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ലേസർ ലെവൽ ചെയ്യുന്ന ടൈമിൽ ഈ കിച്ചൺ റഫാക്കി തേച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ തന്നെ മാസ്കിൻ ടാപ്പ് ജസ്റ്റ് ഒട്ടിച്ച് വെച്ചുകൊണ്ട് അതിൽ മാർക്ക് വെച്ചാൽ മില്ലി ആവും നമ്മൾ മാർക്ക് ചെയ്യണത്. അപ്പോൾ മാസ്കിൻ ടാപ്പ് കൊണ്ട് ഇങ്ങനെയും ഓരോ പ്രയോജനങ്ങളുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ പെൻസിൽ ഇടയ്ക്കിടയ്ക്ക് കൂർപ്പിച്ച് പെൻസിൽ പെട്ടെന്ന് തീർന്നു പോണ ഒരു പ്രശ്നമുണ്ട്. കറക്റ്റ് ലെവലായിരിക്കില്ല മാർക്ക് ചെയ്യുന്ന ടൈമിൽ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു മില്ലി മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ മാസ്കിൻ ടാപ്പ് പൊട്ടിച്ചിട്ട് കറക്റ്റ് മാർക്ക് ചെയ്താൽ അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് വെക്കുക. എല്ലാവരും ചെയ്യണതായിരിക്കും. അപ്പോൾ ചെയ്യാത്തവർക്കുണ്ടെങ്കിൽ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ എന്തായാലും വീട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നതിനെക്കാട്ടും മുന്നേ ഒരു 1000 രൂപ കൊടുത്തുകൊണ്ട് അവിടെ ഏതെങ്കിലും ടൈലിൻ്റെ വർക്കറോ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പടവിൻ്റെ പണിക്കാരോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോടൊന്ന് വാട്ടർ ലെവൽ ചെയ്തതിന് ശേഷം കറക്റ്റ് കോൺക്രീറ്റ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മണലും ലാഭം. ഒരു സൈറ്റിൽ ഒരു 10 ചാക്ക് സിമൻറ്റും അതുപോലെ തന്നെ 1/2 യൂണിറ്റ് എംസാൻഡും ലാഭം കിട്ടിയാൽ വലിയ ലാഭം തന്നെയാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കോൺക്രീറ്റ് കറക്റ്റ് ആണോ, പിന്നെ ഫ്ലോറ് സ്ക്രീഡ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ പരത്തിയിട്ട് കുമ്മായം പരത്തിയിട്ട് മാർബിൾ വയ്ക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ലാഭം ഉണ്ടാവുള്ളൂ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഈ അളന്ന് കാണിക്കുന്നത് ഇതുകൊണ്ടാണ് കേട്ടോ. കാരണം ഈ ഒരു ലെവലിൽ വരെ നമുക്ക് ഇനിയും കറക്റ്റായിട്ട് ഒന്നുകിൽ കോൺക്രീറ്റ് ചെയ്യണം. എല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ എംസാൻഡും സിമെൻറ്റും ഇട്ടവിടെ കറക്റ്റ് ചെയ്യണം. എന്നിട്ട് അതിന് ശേഷം മാർബിളും വിരിക്കണം. അപ്പോൾ എന്തായാലും ശ്രദ്ധിക്കുക. ഓക്കെ.